കൊട്ടിഘോഷി നടത്തിയ അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് നൽകാൻ കഴിയാതെ ദേവസ്വം ബോർഡ് ഈ മാസം 9-ന് കണക്ക് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി അന്ത്യശാസനം നൽകിയെങ്കിലും ഇതുവരെ കണക്ക് തയ്യാറായിട്ടില്ല. അയ്യപ്പ സംഗമം നടത്തി 45 ദിവസത്തിനകം കണക്കുകൾ കൃത്യമായി സ്പെഷ്യൽ കമ്മീഷണറെ ഏൽപ്പിക്കണമെന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. എന്നാൽ ആ സമയത്തൊന്നും കണക്ക് സമർപ്പിക്കാൻ കഴിയാത്ത ദേവസ്വം നടപടിയെ രൂക്ഷമായാണ് ഹൈക്കോടതി വിമർശിച്ചത്. വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അതിനുപരി കച്ചവട കണ്ണോടെയാണ് ശബരിമലയുടെ സമഗ്ര വികസനം എന്ന പേര് പറഞ്ഞ ആഗോള അയ്യപ്പ ഭക്ത സംഗമം സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് പമ്പയിൽ നടത്തിയത്. ശീതീകരിച്ച പടുകൂറ്റൻ പന്തൽ, അതിഥികൾക്ക് താമസിക്കാൻ 5 സ്റ്റാർ ഹോട്ടലുകൾ, ഭക്തരൊന്നും സംഗമത്തിൽ പങ്കെടുത്തില്ല എങ്കിലും കോടികൾ ചിലവഴിച്ചാണ് ആർഭാട സംഗമം നടത്തിയത്. സംഗമം നടത്താൻ കാണിച്ച ആർജവം പക്ഷെ അതിന്റെ കണക്ക് നൽകാൻ കാണിക്കുന്നില്ല. സംഗമം നടന്ന 45 ദിവസത്തിനുള്ളിൽ കണക്കുകൾ ഹാജരാക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ പ്രധാന നിർദ്ദേശം. പക്ഷേ അത് നടന്നില്ല. പിന്നെ രൂക്ഷ വിമർശനം നടത്തിയ ശേഷമാണ് ഹൈക്കോടതി ഈ മാസം 9-ന് മുമ്പ് കണക്ക് നൽകണമെന്ന അന്ത്യശാസനം നൽകിയത്. എന്നാൽ ഇതുവരെയും കണക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഉടൻ തന്നെ കണക്ക് സമർപ്പിക്കുമെന്നാണ് ദേവസ്വം അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇനിയും കണക്ക് സമർപ്പിച്ചില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം എന്തെന്ന് ദേവസ്വം ബോർഡിനും സർക്കാരിനും കൃത്യമായി അറിയാം. എന്തായാലും കണക്ക് സമർപ്പിച്ചാലും അത് വലിയ വിവാദമാകാനാണ് സാധ്യത. എത്ര പണമാണ് സംഗമത്തിന് ലഭിച്ചത്, ആരൊക്കെ പണം കൊടുത്തു, എത്രയാണ് സംഗമത്തിന് ചിലവായത് എന്നതൊക്കെ വലിയ ചർച്ചയാകാനാണ് സാധ്യത. ജനം, കൊച്ചി.